കണ്ടല്ലോ നമ്മുടെ കൊച്ചി കാണാനായിട്ട് കോഴിക്കോട് കുറച്ച് ചേച്ചിമാരും നമ്മുടെ ഹാപ്പിനെസ് പോയി വഴി എറണാകുളത്തേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ പരം സന്തോഷം എനിക്ക് ഡോർഫിന് വേറൊന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ പോയി അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തു. എല്ലാവരും വണ്ടി വെച്ച് തന്നെ പരിചയപ്പെട്ട് നേരെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ തേവരയിലുള്ള പുതിയ ശരവണഭവനിലാണ് കൊണ്ടുപോയത് കേട്ടോ. നല്ല കിടിലം ഫുഡാണ് അവിടെ. അപ്പോൾ ഞാൻ കഴിച്ചത് മിനി ഇഡ്ഡലിയാണ്. ബാക്കിയുള്ളവർ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു. അവരൊക്കെ ഒന്ന് ഫ്രഷ് ആയി. അവിടെ നിന്ന് നേരെ നമ്മൾ പോയി നമ്മുടെ മട്ടാഞ്ചേരി പാലസ് അഥവാ ഡച്ച് പാലസിലേക്കാണ്. അവിടെ വീഡിയോസ് അലവിടല്ലാത്തതുകൊണ്ട് അകത്തേറി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി നേരെ ജൂ ടൗണിലൂടെ സിനഗോഗിലേക്കുള്ള പോക്കാണ് കേട്ടത്. ഈ വഴിയിലേക്ക് എത്തിയപ്പോൾ അവിടെ കുറേ കടകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ചേച്ചിമാരോട് ആദ്യം പറഞ്ഞു, ചേച്ചിമാരെ ഇതെല്ലാം നമ്മുടെ ഫോറിനേഴ്സിനെയും നോർത്ത് ഇന്ത്യൻസിനെയും മാത്രം ഉദ്ദേശിച്ചുള്ള കടയാണ്, നിങ്ങളവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങണമെന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് തൊപ്പിക്ക് പക്ഷേ വില കുറവായിരുന്നു. ചേച്ചിമാരോട് പോയി തൊപ്പി നോക്കി. എന്നിട്ടും കുറച്ച് പേര് പറഞ്ഞു, വേണ്ടി നമ്മുടെ മിഠായിത്തിന് ഇതിലും വില കുറവായിട്ട് കിട്ടുമെന്ന്. അങ്ങനെ എല്ലാവരും വാങ്ങിച്ചില്ല, കുറച്ച് പേരൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിങ്ങനെ നടന്ന് നേരെ സിനഗോഗിലേക്ക് പോയി. പോണ വഴിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്തു. നല്ല തങ്കപ്പെട്ട മനുഷ്യരായിരുന്നു കേട്ടോ ആ ചേച്ചിമാർ എല്ലാവരും. നമുക്ക് ഓരോരുത്തരും ഇങ്ങനെ ട്രിപ്പ് കഴിഞ്ഞപ്പോഴേക്കും മിസ് ചെയ്തു. അത്ര നല്ല മനുഷ്യരായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി സിനഗോഗിൽ പോയിരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും വണ്ടി കയറി ഒന്ന് ഡാൻസ് കളിച്ചെങ്കിൽ തുടങ്ങിയില്ല. അപ്പോഴേക്കും അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. അപ്പോഴേക്കും പിള്ളേർ പറയുന്നു, ഇതെന്താണ് ചേച്ചി ഇത്ര പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് എത്തുന്നതെന്ന്. നമ്മുടെ മട്ടാഞ്ചേരിന്ന് ഫോട്ടോസിലേക്ക് പോകാൻ ഇതിൽ പരം ദൂരം എങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനാണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ നമ്മുടെ CSI ചർച്ച് ഉണ്ടല്ലോ, സെൻറ്റ് ഫ്രാൻസിസ്, നമ്മളുടെ വാസ്കോ ഡ ഗാമനെ അടക്കിയ സ്ഥലം. അപ്പോൾ അവിടെ ആട്ടോ പോയത്. കാപ്പാട് വന്നിറങ്ങിയതല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ ഒന്ന് ഇവിടെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ കാണിച്ചു. അതിനുശേഷം പ്രിൻസസ് സ്ട്രീറ്റ്, ബർഗർ സ്ട്രീറ്റ് ഒക്കെ പോയി നമ്മുടെ ബിഗ് ബി ഷൂട്ട് ചെയ്ത വീട് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ചോദിക്കുകയാണ്, ഏത് ബിഗ് ബി എന്ന്. ദൈവമേ, അതെനിക്കൊരു ഷോക്കായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, നമ്മുടെ മമ്മൂക്കയുടെ സിനിമ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ ആ ബീച്ചിലൂടെയൊക്കെ നടന്നു. അവർ നമ്മുടെ ചെറിയ ഇതിങ്ങനെ പാസിങ് കണ്ടപ്പോൾ അവർക്ക് കപ്പൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നു. ഇവിടെ നമ്മൾ കുറച്ച് എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണല്ലോ. അതിനുശേഷം ഊട്ടുപുര എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ നല്ല ഫിഷ് കറി മീൽസ് കഴിച്ചു. എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കോടുകാർക്ക് നമ്മൾ ഇവിടെ കൊച്ചി വന്നിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ അത് പാളിപ്പോരുതല്ലോ എന്നുള്ളതായിരുന്നു. അതെന്തായാലും ദൈവസഹായം കൊണ്ട് ഇവിടെ നല്ല ഫുഡ് കിട്ടി, നല്ല പെരുമാറ്റമായിരുന്നു, അവർ നല്ല സഹകരണമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനുശേഷം നമ്മൾ വാട്ടർ മെട്രോ എടുത്തു. വാട്ടർ മെട്രോ കയറാനായിട്ട് കൂടുതൽ ചില ചേച്ചിമാർക്ക് പേടിയായിരുന്നു. പക്ഷെ നമ്മൾ ധൈര്യം കൊടുത്തു. നമ്മൾ സാധാരണ ബോട്ടല്ല, കയറി നോക്കൂ, അനങ്ങൂല, കുലുങ്ങൂല എന്നൊക്കെ പറഞ്ഞിട്ട് ധൈര്യം കൊടുത്ത് നമ്മൾ കയറ്റി സീറ്റ് ഉണ്ടായിരുന്നില്ലേ പോലും. ഈ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. ഞാനൊരു സീൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന്മാരെങ്ങനെ പുറത്ത് പോയി നീ കാഴ്ച കണ്ടത്. പക്ഷെ ഇത് പുറത്തല്ല കേട്ടോ, അകത്തെ ഗ്ലാസ്സിൽ കൂടി കാണുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് സൈഡിൽ നോക്കുമ്പോൾ ഇവർ അകത്തിരുന്ന് കാണുന്നത് ക്ലിയർ ആയിട്ട് കാണുന്നല്ലേ. നല്ലൊരു ട്രിപ്പായിരുന്നു. അതിനുശേഷം നമ്മൾ മറൈൻ ഡ്രൈവിലൂടെ നടന്നിട്ട്, ആ സമയത്ത് ഫോൺ ഓഫായി പോയി. അപ്പോൾ മറൈൻ ഡ്രൈവിലൂടെ നടന്നിട്ട് നമ്മൾ ബ്രോഡ്വേ പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നേരെ കലൂർ വന്ന് അവിടെ നമ്മൾ മെട്രോ റെയിലെടുത്തു. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി. അവിടെ നമ്മൾ ചായയൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. വൈകുന്നേരത്തെ ട്രെയിൻ അവിടെ തിരിച്ചു വിടണമല്ലോ, ടിക്കറ്റൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ചു വിട്ടു. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. അപ്പോഴേ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ കൂട്ടുകാരൊത്ത് കറങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ എടുത്ത് വിളിച്ചാൽ മതി.